നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. വിശദമായ വാർത്തയിലേക്ക്. ആറ്റൂർ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ ഹൈദറുസി മഖാമിലെ ആണ്ട് നേർച്ചയും ദുവാ സമ്മേളനവും ജനുവരി 26, 27, 28 എന്നീ 3 ദിവസങ്ങളിലായി നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ജാതിമത വർഗ ഭേദമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്നേഹാദരങ്ങൾ ആർജിക്കുന്ന വിശിഷ്ടമായ സയ്യിദ് പാരമ്പര്യത്തിന്റെ മഹത്വം പുതിയ കാലത്തും ശോഭയോടെ കാത്തു സംരക്ഷിച്ച് നിലനിൽക്കുകയാണ് ആറ്റൂർ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ ഫൈദറുസി മഖാമിലെ ആണ്ട് നേർച്ചയും ദുവാ സമ്മേളനവും. ജനുവരി 26, 27, 28 എന്നീ 3 ദിവസങ്ങളിൽ ആറ്റൂർ പോക്കോയ തങ്ങൾ നഗറിൽ വെച്ച് നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം ആറ്റൂർ മഹല്ല് പ്രസിഡന്റ് OM എന്ത്യ പതാക ഉയർത്തുന്നതോടെ 3 ദിവസം നീണ്ടുനിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കം കുറിക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പാണക്കാട് സയ്യിദ് ഫൈനാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഏർവാടി മൌലൂദ്, വൈകിട്ട് 7 മണിക്ക് നടത്തുന്ന ഷീത്തി റത്തീബിന് ഷെരീഫ് ഫൈസി മയ്യേരിച്ചിറ, അയ്യൂബ് മന്നാനി കൊല്ലം എന്നിവർ നേതൃത്വം നൽകും. ഞായറാഴ്ച രാവിലെ 7:30 ഖത്മുൽ ഖുർആൻ, 8 മണിക്ക് മൌലൂദ്, ദുവാ മജ്ലിസ് എന്നിവയ്ക്ക് തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകും. തുടർന്ന് 8:30 മുതൽ 12:30 വരെ മഹാ അന്നദാനം നടക്കും. ആറ്റൂര് ജുമഅത്ത് പള്ളിയുടെ സമീപം മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മർഹൂം വലിയുല്ലാഹി അസ്സയ്യിദ് ആറ്റക്കോയ തങ്ങൾ അൽ ഐദ്രൂസി ബഹുമാനപ്പെട്ടവരുടെ 85ാമത് ആണ്ടു നേർച്ച ഈ വരുന്ന ജനുവരി 26, 27, 28 വെള്ളി, ശനി, ഞായർ തീയതികളിലായി വിപുലമായി പൂക്കോയത്തങ്ങൾ നഗർ അഥവാ പള്ളിയുടെ പരിസരം മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ വിപുലമായ പരിപാടികളോടുകൂടെ ആഘോഷിക്കുകയാണ്. അത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട്. ആ പരിപാടികളെക്കുറിച്ചൊക്കെ അതിൻ്റെ ഭാരവാഹികൾ നിങ്ങളെ അറിയിക്കും. ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിച്ചത്. പിന്നെ വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ജുമ കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ടവരുടെ മഖാമിൻ്റെ പരിസരത്ത് പതാക ഉയർത്തലോടുകൂടെയാണ് പരിപാടിയുടെ ആരംഭം. പിന്നെ അന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം പിന്നെ ഉദ്ഘാടന സെഷനും പ്രഭാഷണ പരിപാടിയും ഒക്കെ ഉണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാരവാഹികൾ നിങ്ങളെ അറിയിക്കും. എല്ലാ പരിപാടിയിലും എല്ലാവരുടെയും സഹകരണങ്ങളും പിന്തുണയും എല്ലാം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധികൾ, മാനസിക പ്രയാസങ്ങൾ തുടങ്ങി നിരവധി പ്രയാസങ്ങൾക്ക് ആശയും വലിയ പ്രതീക്ഷയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ചികിത്സകളും മറ്റും. അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ ശേഷവും ആ പരിഹാരം തേടി ജാതി മത വർഗ വ്യത്യാസമില്ലാതെ പലരും ഇന്നും ആത്മീയമായ പരിഹാരം നേടി ബഹുമാനപ്പെട്ടവരുടെ മഖാമിൽ പ്രാർത്ഥനയ്ക്കെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് വൈകിട്ട് 7:30 നടക്കുന്ന മജ്ലിസ് നൂറിന് സയ്യിദ് മുബാറക് തങ്ങൾ മുതുതല നേതൃത്വം നൽകുമെന്ന് ആറ്റൂർ മഹല്ല് ഖത്തീബ് ശിഹാബ് ഫൈസി മഞ്ചേരി ഷഹീൻ തങ്ങൾ, അൽ ഹദറുസി, OH ആദം, CM മൊയ്തീൻകുട്ടി എന്നിവർ പറഞ്ഞു. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് 26-ാം തീയതി ജുമാ നിസ്കാരാനന്തരം ഇൻഷാ അല്ലാഹ് പള്ളിയുടെ മഖാമിൻ്റെ പരിസരത്ത് വെച്ച് പതാക ഉയർത്തൽ ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് ഇന്ത്യൻ കുട്ടി അവറുകളാണ് നിർവഹിക്കുന്നത്. അതിനുശേഷം 3 ദിവസം തുടർന്ന് രാത്രികളിൽ മഗ്‌രിബ് നിസ്കാരാനന്തരം നടക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഫൈനാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നമ്മുടെ പരിപാടികൾ കൂടുതൽ വിപുലമായി തുടങ്ങുന്നതാണ്. ശനിയാഴ്ച രാവിലെ മഖാം പരിസരത്ത് വെച്ച് ഏർവാടി മൗലൂദും അന്ന് രാത്രി ചിഷ്തി റാത്തീബും പരിപാടികളും, ഞായറാഴ്ച രാവിലെ മൗലിദ്, ഖത്മുൽ ഖുർആൻ, ദുആ മജ്ലിസും ആ ദുആക്ക് നേതൃത്വം തൃശ്ശൂർ ജില്ലാ സമസ്തയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി PT കുഞ്ഞു മുഹമ്മദ് ഉസ്താദ് ഒന്ന് ദുആ മജ്ലിസോടുകൂടി അന്നദാനത്തിലേക്ക് കടക്കും. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും നമ്മൾ ഭക്ഷണ വിതരണം ചെയ്യാറുണ്ട്. ആ അന്നദാനത്തിന് ശേഷം അന്ന് രാത്രി മജ്ലിസിനോട് കൂടിയിട്ട് നമ്മുടെ പരിപാടികൾക്ക് സമാപനം കുറിക്കും. എല്ലാ മതവിശ്വാസികളെയും ജാതി മതഭേദമന്യേ നമ്മുടെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക് CCV.